ഹിസ്ബുള്ളയ്ക്ക് എന്ത് പറ്റി? ഹസൻ നസ്രള്ളയുടെ മരണം ഹിസ്ബുള്ളയെ തളർത്തിയോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ നിലവിലുള്ള ഗസയിലുള്ള സാഹചര്യങ്ങളും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളും വിലയിരുത്തുമ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഹിസ്ബുള്ളയ്ക്ക് നിലവിൽ ഹിസ്ബുള്ള നിശബ്ദമായി തുടരുകയാണ്. അതായത് ഹിസ്ബുള്ള ഈ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ എതിർക്കുമ്പോഴും തള്ളിപ്പറയുമ്പോഴും അതിനെതിരെ പ്രതിരോധങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോഴും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇസ്രായേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഹിസ്ബുള്ള എന്നുള്ളത്. ഇതില് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹമാസും നിലവിൽ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് നിലവിലും ഹമാസിന്റെ നിലപാടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. എങ്കിൽ പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം പലസ്തീനിലെ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടും ഹിസ്ബുള്ള നിശബ്ദമായി തുടരുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. യമനിലെ അൻസാറുള്ള മാത്രമാണ് ഇതിനെതിരെ കൃത്യമായിട്ട് ഈ പ്രതിരോധ അച്ചുതണ്ടിനെ നിയന്ത്രിച്ചുകൊണ്ടുള്ള പ്രതിരോധ അച്ചുതണ്ടിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്നുള്ളത്. ഏതായാലും എന്താണ് ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നുള്ളത്. പ്രധാനമായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹസൻ നസ്രുള്ള എന്നുള്ള അവരുടെ സെക്രട്ടറി ജനറൽ കഴിഞ്ഞ 35 വർഷത്തോളം ഹിസ്ബുള്ളയെ നയിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ചാലക ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, അവർക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു വിഭാഗങ്ങൾക്കിടയിൽ, ഈ പ്രതിരോധ അച്ചുതണ്ടുകൾക്കിടയിൽ, പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഹമാസ് ആയാലും അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ് ആയാലും അല്ലെങ്കിൽ അൻസാറുള്ള ആയെങ്കിലും മറ്റു ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളായെങ്കിലും ഇങ്ങനെ വിവിധങ്ങളായ സിറിയയിലെ വിവിധ ഗ്രൂപ്പുകളായെങ്കിലും ഈ ഗ്രൂപ്പുകളെയൊക്കെ ഈ സംയോജിപ്പിച്ചുകൊണ്ട് ഇവരുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് ഈ സുന്നി ഷിയ വിഷയങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നേതൃത്വപരമായ സംഘാടനം യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ മേധാവിയായിരിക്കുമ്പോൾ ഹസൻ നസ്രുള്ളയ്ക്ക് നടത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതായത് 35 വർഷം എന്നുള്ള വലിയ കാലയളവിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നോട്ടപ്പുള്ളിയായിട്ടും ഡോളർ കണക്കിന് മില്യൺ ഡോളറുകൾ തലയ്ക്ക് വിലയിട്ടിട്ടും ഹസൻ നസ്രുള്ള അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും ഈ പശ്ചിമേഷ്യ ഒന്നാകെ ഇസ്രായേലിൽ എന്നുള്ള ഒരു ക്യാൻസറാണ് എന്നും ആ ക്യാൻസറിനെ തുരത്തേണ്ടതുണ്ട് എന്നും ആ ഭൂമി എന്നുള്ളത് ഇസ്രായേലിന്റെ ഇതല്ലെന്നും അവർ അധിനിവേശ ശക്തികളാണ് എന്നും അവരുടെക്കെതിരെയുള്ള സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഈ ഒരു എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്നും അത്തരം ഒരു നേതൃത്വപരമായ സംഘാടന മികവ് യഥാർത്ഥത്തിൽ ഹസൻ നസ്രുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഹമാസ് തുടങ്ങി വെച്ചിട്ടുള്ള തൂഫാനുൽ അക്സയ്ക്ക് മുമ്പും പിമ്പും നോക്കാത്ത പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഹസൻ നസ്രുള്ളയടക്കമുള്ള ഹിസ്ബുള്ള നൽകിയിരുന്നത്. അതായത് ഗസയിലെ ഹമാസ് ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേലികളെ ബന്ദികളാക്കിക്കൊണ്ട് തൂഫാനുൽ അക്സക്ക് തുടക്കം കുറിക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഇസ്രായേൽ ഗസയിലേക്ക് അധിനിവേശം തുടങ്ങുന്നു. ആ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ മറുഭാഗത്തിൽ ലെബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പാഞ്ഞു തുടങ്ങുന്നു. ആ റോക്കറ്റുകൾക്ക് പിന്നിലുണ്ടായിരുന്ന ശക്തി എന്നുള്ളത് പ്രധാനമായിട്ടും അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്നത് ഹസൻ നസ്രുള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹസൻ നസ്രുള്ളയുടെ അഭാവം നിലവിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഈ ഉണ്ടായിരുന്ന ഈ ഏകീകരണത്തെ ബാധിച്ചു എന്നുള്ള ആശങ്കകൾ യഥാർത്ഥത്തിൽ പ്രസക്തയുള്ളതാണ്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടുള്ള പുതിയ നേതൃത്വങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് അവതരിക്കുമോ എന്നുള്ള ചോദ്യവും കൂടി അവിടെ ബാക്കിയാവുന്നുണ്ട്. തീർച്ചയായും പ്രതിരോധ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു നേതൃത്വം ഇല്ലാതായാൽ പകരം മറ്റൊരു നേതൃത്വം അതിനെ മറികടന്നുകൊണ്ട് രംഗത്ത് വരാറുള്ള ഒരു പതിവുണ്ട്. ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അതിനു മുമ്പുണ്ടായിരുന്ന ആളുകൾ രക്തസാക്ഷിയായപ്പോഴാണ് അത് ഹസൻ നസ്രുള്ളയിലേക്ക് വന്നെത്തിയത്. അതുകൊണ്ട് തന്നെ ഹസൻ നസ്രുള്ളയെ സംബന്ധിച്ചിടത്തോളം ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം പുതിയ ആളുകൾ അത്തരം നേതൃത്വപരമായ പങ്ക് വഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഹമാസിന് നേരത്തെ യഹിയ സിൻവറിന്റെ അടക്കമുണ്ടായ രക്തസാക്ഷിത്വങ്ങൾ, മരണങ്ങൾ, ഹമാസിന് അടക്കമുള്ള സംഘടനകൾ നേതൃത്വ മാറ്റം ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഹിസ്ബുള്ളയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ തൂഫാനുൽ അക്സയിൽ തുടങ്ങി വെച്ച ഹിസ്ബുള്ള പിറ്റേ ദിവസം തന്നെ ഹിസ്ബുള്ള അതിനുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് മുമ്പും മുൻപും നോക്കാതെ തങ്ങളുടെ വരും വരായികൾ നോക്കാതെ
ഇപ്പോൾ ഗസയിലേക്കാണെങ്കിൽ അടുത്തത് ലെബനൻ ആയിരിക്കുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെ പിറ്റേ ദിവസം തന്നെ ഈ ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും റോക്കറ്റുകൾ പാഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നീട് അത് വലിയ മിസൈലുകളും ഡ്രോണുകളും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. നേരിട്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടക്കം വസതിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഡ്രോണുകൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ ഇതിനിടയിൽ ഈ ഒരു വലിയ ആക്രമണങ്ങൾക്കിടയിൽ അവരുടെ നേതാവായ ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു ചാരപ്രവർത്തനം ഹിസ്ബുള്ളക്കിടയിൽ നടന്നു എന്നുള്ള വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ഹസൻ നസ്രുള്ളയുടെ വധവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് നേരെയുണ്ടായ പേജർ ആക്രമണവും അതുപോലെ തന്നെ ഈ ഫുജൈറിനെ അടക്കമുള്ള അവരുടെ സൈനിക നേതാക്കന്മാരെ അടക്കം ഇസ്രായേലിന് കൊലപ്പെടുത്താൻ സാധിച്ചത്. എങ്കിൽ പോലും പ്രതിരോധ പ്രസ്ഥാനങ്ങൾ എന്നും അവരുടെ ഇത്തരം നേതൃത്വങ്ങളെയും അവരുടെ പോരാളികളെയും എല്ലാ സമയത്തും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം എല്ലാ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട്. അത് തന്നെയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ഹസൻ നസ്രുള്ളയുടെ അഭാവം യഥാർത്ഥത്തിൽ നിലവിൽ ഹിസ്ബുള്ള അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ്. ഹിസ്ബുള്ള മാത്രമല്ല, ഈ പശ്ചിമേഷ്യയിൽ ഒന്നാകെ ഉണ്ടാകുന്ന ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും പ്രധാനമായിട്ടും ഇതൊരു പ്രശ്നമാണ്. ഇവരെ പരസ്പരം ഏകോപിക്കുന്ന, ഇവരെ പരസ്പരം ചേർത്തു നിർത്തുന്ന ഒരു സംഘാടന മികവും ഒരു നേതൃത്വ പാഠവും ഉണ്ടായിരുന്ന ആളാണ് ഹസൻ നസ്രുള്ള എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു അവിടുത്തെ ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അനുയായികൾക്കിടയിൽ ആവേശമുണ്ടാക്കുന്ന പ്രസംഗങ്ങളും നടത്തിക്കൊണ്ട് മുന്നിൽ നിന്നും നയിച്ചുകൊണ്ടിരുന്ന ആളാണ് ഹസൻ നസ്രുള്ള എന്നുള്ളത്. അതുകൂടാതെ തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ മകനെ അടക്കം ഇസ്രായേൽ കൊലപ്പെടുത്തി ബോഡി അടക്കം ഇസ്രായേലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇസ്രായേലിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ ആ ബോഡി കൊണ്ടുവരാൻ നിങ്ങളെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഓപ്പറേഷനുകൾ അതിനുശേഷം ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ട് ആ ബോഡി അടക്കം തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു ചരിത്രവും ഹസൻ നസ്രുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ വളരെയധികം ചരിത്രപരമായ ഈ ഒരു ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചിരുന്ന ആളാണ് ഹസൻ നസ്രുള്ള എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഹസൻ നസ്രുള്ള ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഹിസ്ബുള്ള കടന്നിരിക്കുന്നത്. അവരുടെ 35 വർഷത്തെ സേവനം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാന വാക്കായിരുന്ന, അവരെ കോർത്തിണക്കിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഹസൻ നസ്രുള്ളയുടെ നേതൃത്വ മികവ് എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹസൻ നസ്രുള്ള ഇല്ലാത്ത ഹിസ്ബുള്ള എന്നുള്ളത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം, ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലുള്ള കുറവുകൾ ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്കകളാണ് നിലവിൽ ഉയരുന്നുള്ളത്. പ്രത്യേകിച്ചും നിലവിലുള്ള സാഹചര്യത്തിൽ ഹമാസിനെയും ഗസയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേലുകൾ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടുവരുന്നുണ്ട്. അവിടെ സൈനിക നീക്കങ്ങൾ തുടങ്ങിയതായിട്ട് വിവരങ്ങളുണ്ട്. ഈ ഗസയെ വീണ്ടും ഇസ്രായേൽ അധിനിവേശം തുടങ്ങി അവിടെ സെറ്റിൽമെന്റ് കോളനികൾ സ്ഥാപിക്കുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഹസൻ നസ്രുള്ളയുടെ അഭാവം ശ്രദ്ധേയമാവുന്നത്. നേരത്തെ ഉണ്ടായ തൂഫാനുൽ അക്സയിൽ ഒരു ദിവസത്തെ ചിന്ത പോലുമില്ലാതെ ഇത് തങ്ങൾ പിന്തുണക്കേണ്ടതാണ് എന്നും ഗസയിലുള്ള സമാധാന ശ്രമങ്ങൾ ഇല്ലാതെ ഒരു രീതിയിലും ഇസ്രായേലുമായിട്ട് ശ്രമങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നുമുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ വസിയത്തായിട്ട് പോലും ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ സിറിയയിലുണ്ടായ സാഹചര്യങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ കാരണം ഹിസ്ബുള്ള ഇസ്രായേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും ഹമാസ് അത്രയും ദിവസം ഹിസ്ബുള്ള നൽകിയ പിന്തുണയിൽ പൂർണ്ണമായിട്ടും അവരുടെ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇവിടെ ഹസൻ നസ്രുള്ളയുടെ വസിയത്ത് നിലനിൽക്കുമ്പോൾ ഗസയിൽ സമാധാനം ഉണ്ടാക്കാതെ ഒരു രീതിയിലും ഇസ്രായേലുമായിട്ട് സഹകരിക്കില്ല എന്നുള്ള ഒരു നിലപാടുമായിട്ട് ഹസൻ നസ്രുള്ള അദ്ദേഹത്തിന്റെ വസിയത്തായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹിസ്ബുള്ളയുടെ ഇത്തരം കരാറുകൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ വീണ്ടും ഇസ്രായേൽ അധിനിവേശം ഗസയിലേക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഈ നിലവിലുള്ള ഹിസ്ബുള്ളയുടെ സാഹചര്യം എന്നുള്ളത് വളരെ സങ്കീർണമാണ്. അത് സിറിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനുമായിട്ട് അവർക്ക് പ്രധാനമായിട്ടും ബന്ധമുണ്ടായിരുന്ന, ഇറാനുമായിട്ട് അവരെ പരസ്പരം ഏകോപിച്ചിരുന്ന സിറിയയിലെ സാഹചര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ സപ്ലൈ ചെയിനായി അവർക്ക് പരസ്പരം ആയുധങ്ങളടക്കം എത്തിച്ചുകൊണ്ടിരുന്നുള്ള ഈ സപ്ലൈ ചെയിൻ എന്നുള്ളത് സിറിയയിലെ ഭരണമാറ്റം കൊണ്ട് ഇല്ലാതായിരിക്കുകയാണ്. ഈ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനെയും ഹിസ്ബുള്ളയെയും അടുപ്പിക്കുന്ന ഘടകമായിരുന്നു സിറിയ എന്നുള്ളത്. ഈ
സിറിയയിലുള്ള ഭരണമാറ്റവും സിറിയയുടെ സാഹചര്യങ്ങൾ മാറിയതുമാണ് ഇറാനുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ അവരുടെ സാധ്യതകൾ മങ്ങിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഹിസ്ബുള്ള അനുഭവിക്കുന്ന അവരുടെ ആയുധപരമായ കാര്യമാണോ, അല്ലെങ്കിൽ അവരുടെ സൈനികപരമായ കാര്യമാണോ, അല്ലെങ്കിൽ അവരുടെ പുതിയ റിക്രൂട്ട്മെന്റുകൾ നടത്തി പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി അവർ പുതിയ രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണോ എന്നുള്ള ഒരു സാഹചര്യം കൂടി പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സാധ്യതകൾ കൂടിയുണ്ട്. അതുകൂടാതെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടക്കം വസതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ അത്തരം ഇന്റലിജൻസ് സംവിധാനങ്ങൾ സ്വന്തമായി കൈകളിലുള്ള ശക്തിയാണ് ഹിസ്ബുള്ള എന്നുള്ളത്. അത്തരം വിവരങ്ങൾ തങ്ങളുടെ പക്കലുള്ള, അതുകൂടാതെ തന്നെ ഇസ്രായേലിന്റെ അവിടെയുള്ള അതിർത്തി മേഖലകളിലുള്ള അല്ലെങ്കിൽ ടെൽ അവീവിലുള്ള ഇസ്രായേലി സൈനിക താവളങ്ങളെ, സൈനിക ഓഫീസർമാരുടെ ഭവനങ്ങളെ അടക്കം കൃത്യമായിട്ട് റഡാർ ചെയ്ത് അത് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്രമണം നടത്താൻ എല്ലാ സമയത്തും ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഘമാണ് ഹിസ്ബുള്ള എന്നുള്ളത്. ലോകത്ത് ഈ സിറിയയിലെയും അല്ലെങ്കിൽ ഈജിപ്തിലെയും അടക്കം പ്രദേശങ്ങൾ ഇസ്രായേൽ അധിനിവേശം നടത്തി, അവിടങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം ഉണ്ടാക്കി അവിടെ അവരുടെ ഇതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ലെബനനിൽ മാത്രമാണ് ഇസ്രായേലിന് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നിട്ടുള്ളത്. അത് ഹസൻ നസ്രുള്ള നേതൃത്വം നൽകിയ സമയത്ത് ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു. നേരത്തെ ലെബനനിലേക്ക് ഇസ്രായേൽ ഇരച്ചു കയറുന്നു, അവിടെ അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. പക്ഷെ പിന്നീട് ഹിസ്ബുള്ള രംഗത്ത് വരുന്നു, അവിടെ നിന്നും ഇസ്രായേലിനെ തിരിച്ചു ഓടിക്കുന്നു എന്നുള്ളത്. ലോകത്ത് ഇസ്രായേലിനെ തിരിച്ചു ഓടിച്ച ചരിത്രമുള്ള രാജ്യങ്ങളില്ല എങ്കിലും അത്തരമൊരു സംഘടന, അത്തരമൊരു സംഘമുള്ളത് അത് ഈ പ്രതിരോധ അച്ചുതണ്ടിൽ നിർണായക ശക്തിയായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് വീണ്ടും ഈ ഒരു മേഖല സാക്ഷിയായാൽ ഹിസ്ബുള്ളയുടെ നിലപാടുകൾ വളരെ നിർണായകമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള നിലപാടുകൾ ഹിസ്ബുള്ള സ്വീകരിച്ചില്ല എങ്കിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അത് ഇസ്രായേൽ ഒരിക്കലും ഇത് ഗസയിൽ അവസാനിപ്പിക്കില്ല എന്ന് മാത്രമല്ല, അത് വീണ്ടും ലെബനനിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സിറിയയിലേക്കും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും കടന്നു കയറുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കുന്ന നടപടികളിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് ഏതായാലും സഞ്ചരിക്കേണ്ടി വരും. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ യമനിലെ ഹൂത്തികളോ അല്ലെങ്കിൽ മറ്റുള്ള സംഘങ്ങളോ ഒന്നും ഇറാന്റെ കമാൻഡിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. ഹസൻ നസ്രുള്ള ഉണ്ടായിരുന്നപ്പോൾ കേവലം ഇറാന്റെ കമാൻഡിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി പ്രവർത്തിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനു മുകളിൽ ഹസൻ നസ്രുള്ള അവരുടെ അവസാന വാക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇറാനിയൻ കമാൻഡിന് പുറത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ഹിസ്ബുള്ള മാറുമോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഹിസ്ബുള്ളയുടെ കൂടുതൽ തളർച്ചയിലേക്ക് വഴിമാറ്റുകയുള്ളൂ. കാരണം നിലവിൽ ഈ ഒരു ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ പ്രവർത്തിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഉണ്ടായ ഒരു സംഘടനയാണ് ഹിസ്ബുള്ള എന്നുള്ളത്. അത്തരം സംഘടനകൾ ആ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുതകുന്ന സംഘടനകളാകെ മാറുമ്പോൾ അതിന്റെ സമരശേഷിയും പ്രതിരോധ വിഭാവനവുമാണ് യഥാർത്ഥത്തിൽ ഇല്ലാതാവുക. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഹിസ്ബുള്ള കടന്നാൽ അത് ഹിസ്ബുള്ളയെ കൂടുതൽ ക്ഷയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. നിലവിൽ സിറിയൻ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറിയയിൽ മാറി വന്ന ഭരണകൂടങ്ങളിൽ നിന്നുണ്ടാവുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ചില വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ കൂടി ഹിസ്ബുള്ള ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഒരു സുന്നി ഷിയ വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഹിസ്ബുള്ളയെ അംഗീകരിക്കാൻ ഈ സിറിയൻ മേഖലയിലുള്ള ഈ ഒരു സംഘങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ സിറിയൻ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് അത്തരം സംഘങ്ങൾ നിലവിലുള്ളത്. സിറിയൻ നിലവിലുള്ള ജുലാനിയുടെ സർക്കാരാണെങ്കിൽ ഏതൊരു വിഭാഗവുമായിട്ട് നിലവിൽ സംഘർഷം ആവശ്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും, പക്ഷെ അവിടങ്ങളിൽ വന്നിട്ടുള്ള ചില ഇത്തരം ആളുകൾ എന്നുള്ളത്, അവിടെ ഈ അസദിനെതിരെ രംഗത്ത് വന്ന ആളുകൾ എന്നുള്ളത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ, അവരുടെ ലക്ഷ്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം എന്നുള്ളത് ഐഡിയോളജി പരമായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ളയെ അംഗീകരിക്കാൻ അത്തരം ശക്തികൾ അതിലെ ഒരു വിഭാഗവും തയ്യാറാവാത്ത പ്രശ്നവും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പലവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് നിലവിൽ 1.5 വർഷത്തോളം ഇസ്രായേലുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടതിന്റെ ഒരു കാര്യം കൂടി വീണ്ടും അവരുടെ ആളുകളെ ഈ ഒരു പ്രവർത്തന മേഖലയിലേക്ക് തയ്യാർ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടി അവിടെയുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഹസൻ നസ്രുള്ള എന്ന അവരുടെ 35 വർഷത്തോളം അവർക്ക് നിർണായകമായ നേതൃത്വപരമായ സംഘാടന മേധാവിയായി ഈ ഒരു മേഖലയെ തന്നെ ചലിപ്പിച്ചു കൊണ്ടിരുന്ന അവരുടെ ഏറ്റവും വലിയ നേതാവിനെ നഷ്ടപ്പെട്ടത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം
വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് എന്നതാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതിരോധ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്രുള്ളയുടെ മയ്യത്ത് നമസ്കാരത്തിനായി അവസാനം എത്തിയത് ഹൂത്തികളാണ്. ഹൂത്തി നേതാവാണ് അതിന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എങ്കിൽ പോലും ഈ ഒരു മേഖലയെ ഒന്നാകെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന, യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ചിരുന്ന 35 വർഷത്തോളം അവരുടെ നേതൃത്വപരമായ സംഘടനാ മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ളയുടെ രക്തസാക്ഷിത്വം ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ കുറവായി ഈ മേഖലയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.